ഒറ്റപ്പാലത്തെ ഇടതുകോട്ടയിൽ ഇത്തവണ മത്സരം പ്രവചനാതീതമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് NDA സ്ഥാനാർത്ഥിക്കുണ്ട്. NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്, ശ്രീ മേജർ രവി. മേജർ, ആള് ഇത്ര സിമ്പിൾ ആയിരുന്നോ? I'm always simple. When it is required, that time you become hard. അല്ലാത്ത സമയത്ത് I am very soft and I am very normal. പ്രചരണം കണ്ടതുകൊണ്ടാണ് അതങ്ങനെ. I am basically a person who likes to talk to people with a touch. അത് ആ ഹ്യൂമൻ ടച്ച് ആണെങ്കിലും ബോഡി ടച്ച് ആണെങ്കിലും ഐ റിയലി ലവ് ടു ബി വൺ അമംഗ് ദം. ആ ഒരു സുഖം അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ സിമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, എന്റെ ഓപ്പോസിഷൻ പാർട്ടിയാണ് ഇപ്പൊ പോയത്. അപ്പൊ അങ്ങേർക്ക് പോലും എന്നോട് ഇഷ്ടമുണ്ട്. മൂപ്പരോട് ഞാൻ പറയും, നിങ്ങൾ ഡീലിന്റെ സമയമായിട്ടും ഒരു മടിയില്ലാണ്ട് ഷേക്കാനൊക്കെ കൊടുത്തു. പിന്നല്ലാതെ. കാരണം എന്താ വെച്ചാൽ നമ്മള് എന്തെങ്കിലും ഡീലുണ്ടാ? അത് ശരി, അത് ശരി. അതെ, ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ മേജർ രവി എന്ന് പറയുന്നത് ഒരു അപ്രൈറ്റ് ഓഫീസറാണ്. ഐ ഡോണ്ട് ഹാവ് ടു ഡീൽ. എനിക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. ഐ എം എ ഫൈറ്റർ. അല്ല പിറകെ കൂടെ പോയിട്ട് നിങ്ങൾ ഇത് വല്ലതും അന്ന് പിന്നെ ഞാൻ ഈ പരിപാടി നിർത്തിയില്ല. ഞാൻ രാഷ്ട്രീയം ഇങ്ങനെ തന്നെ വേണം എന്ന് കരുതുന്ന ആളാണ്. ഞാൻ തമാശക്ക് ചോദിച്ചതേ ഉള്ളൂ. കാരണം രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം നമ്മൾ എപ്പോഴും വെക്കണം. കാരണം നമ്മളെല്ലാം ജയിച്ചിട്ട് ഒരു അസംബ്ലിയിൽ പോയി കഴിഞ്ഞാൽ ഈ 140 ആൾക്കാരും കൂടിയിട്ട് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഒന്ന് ഭരിക്കുന്നു, ഒന്ന് അപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഓപ്പോസിഷനായിട്ട് ഇരിക്കുന്നു. ഇവരെല്ലാം കൂടിയിട്ടൊരു സൗഹൃദം വേണം. അവർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടാൽ മതി, ഇനി ചോദ്യമില്ല മറ്റൊന്നും പറഞ്ഞുകൊണ്ടൊക്കെ, അത് ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അത് രാജഭരണമാണ്. കാലം കഴിഞ്ഞ മാഷെ ഇപ്പൊക്കെ ജനങ്ങളുടെ ഭരണമാണ്. ആ സമയത്ത് ജനങ്ങൾ തീരുമാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അസംബ്ലിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എന്നെ പോലെ ഈ ജനങ്ങൾക്ക് വേണ്ടി വിരൽ ചൂണ്ടി നോ യു കനോട്ട് ടോക്ക് ലൈക്ക് ദിസ് ടു ദ പബ്ലിക് എന്നുള്ളത് പറയും. ഞാൻ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചങ്കൂറ്റ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ സിമ്പിൾ ആവില്ല. ഓക്കെ, നമ്മൾ ഈ വെടിയുണ്ടകൾക്ക് മുന്നിൽ തോറ്റിട്ടില്ല മേജർ രവി. ഒറ്റപ്പാലത്ത് എന്തെങ്കിലും സംഭവിക്കോ? അങ്ങനെ ഇല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടുത്തെ ലെഫ്റ്റിന്റെ കോട്ടയാണെന്നുള്ളത്. ഞങ്ങള് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പല കോട്ടകളും തകർക്കാറുണ്ട്. അത് വളരെയധികം വലിയ വലിയ കോട്ടകളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കോട്ട കാണിച്ചിട്ട് പേടിപ്പിക്കൊന്നും വേണ്ട. കാരണം ജനങ്ങളുടെ മൈൻഡ് അടക്കം മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഭരണത്തിന്റെ ഒരു ആന്റി ഇൻകംപ്ലൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ എത്ര ഹാർഡ് കോർ പാർട്ടി മെമ്പർ ആണെങ്കിലും ശരി, ദേ ആർ ഓൾ ടോട്ടലി ഡിസപ്പോയിന്റഡ്. കാരണം അവരുടെ മനസ്സ് മടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ കാണിക്കില്ല, പക്ഷെ അത് ബൂത്തിൽ വന്ന് കാണിക്കുന്നത്. അത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. അങ്ങനൊരു സ്ഥലത്ത് അവരാഗ്രഹിക്കുന്ന എന്താണ്? അവരുടെ കുട്ടികളുടെ ഭാവി, അവരുടെ ഭാവി സുരക്ഷിതമായിട്ടുള്ള. അല്ലാതെ എന്നും ഈ കഞ്ഞിയും കുടിച്ച് നമ്മൾ വല്ലവന്റെയും ഓച്ചാനിച്ച് നിന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറണം. കമ്മ്യൂണിസം പണ്ട് നല്ലതായിരുന്നു. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് ഇല്ലാത്തവന്റെ പിടുങ്ങിക്കൊണ്ട് ഉള്ളവൻ ഉള്ളതിലും വലുതായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാറേണ്ട സമയം അവർക്കും മനസ്സിലായി തുടങ്ങി. അത് വോട്ടായി മാറി വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് വരും അത്. കാരണം അവർക്കറിയാം ഐ വിൽ ഡൈ ഫോർ ദം. ഞാൻ പല സോഷ്യൽ സർവീസും അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എന്താണെന്നുള്ളത് ഫൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയല്ലോ ഒറ്റപ്പാലത്ത് ചെറിയൊരു NDA തരംഗം വരുന്നുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് ഹരിയാന റിസൾട്ട് പോലെ ആവും ഇപ്പത്. തുടക്കത്തിൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. കോൺഗ്രസ് 65-85 എന്ന് പറഞ്ഞാൽ ചാടി കളിക്കും. ഏതാണ് റിപ്പോർട്ടർ ചാനൽ ഇതിലായിരുന്നത്? അവിടെ ലേലംവിളി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആവില്ല. ഇപ്രാവശ്യം ഒരു മാറ്റം കാണാൻ. വേണുഗോപാൽ മത്സരിക്കുമ്പോൾ 27,000 വോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നേടിയത് 2016. അതിനുശേഷം 2021 വരുമ്പോൾ 25 അത് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും 25,000 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അപ്പോ 25,000. അപ്പോ അത് 50,000. അപ്പൊ അതുകൊണ്ട് ആ നമ്പറൊക്കെ വിട്ടേക്കും. അത് ദാറ്റ് വിൽ ബിക്കം എ ഹിസ്റ്ററി. ദാറ്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ്. കാരണം എന്താ വെച്ചാൽ അതെനിക്കറിയാം. ഞാനെന്ന വ്യക്തി ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാതെ. മേജർ രവിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് എനിക്കെന്ന് പറഞ്ഞിട്ട് പാർട്ടി രഹിതമായിട്ട് പലരും എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതെനിക്ക് നമ്മൾ ക്യാമ്പയിന് പോകുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട്. ആർക്കും എന്നോട് വിദ്വേഷമില്ല. ആ വിദ്വേഷമില്ലായ്മ തന്നെ ഈ 25 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ജമ്പ് ചെയ്യിച്ചിട്ട് 40+ എന്നുള്ള 40+ ഞാൻ ഫസ്റ്റ് വരോളൂ. എനിക്കെന്താ ഡൗട്ട്? എനിക്ക് ഡൗട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ സമാനിച്ചിരിക്കുക. ഞങ്ങൾ 3ാം പൊസിഷനിലാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടത്. കാരണം ബാലറ്റ് പേപ്പർ തുറക്കുമ്പോൾ അതൊക്കെ കാണുമല്ലോ. അത് ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അന്ന് വരെ ഒരു സർപ്രൈസ് ആയിട്ട്. ഡിഫറെന്റ് റോൾസ് ആണ് ലൈഫിലുള്ളത്. മേജറാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, രാഷ്ട്രീയക്കാരനാണ്.
ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഏത് നിലയിലാണ്? ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായതുകൊണ്ടാണ് എന്നെ ജനങ്ങൾ കെട്ടിപ്പിടിക്കുന്നത്. അതിനകത്ത് മേജറില്ല, സിനിമ ഡയറക്ടറില്ല, രാഷ്ട്രീയക്കാരനില്ല. അവർക്കറിയാം ഞാനൊരു മനുഷ്യനാണ്, അവരുടെ സങ്കടം കേൾക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മനുഷ്യനായിട്ടാണ്, പച്ചയായ മനുഷ്യൻ. ആ അക്സെപ്റ്റൻസ് എനിക്കുണ്ട്. പട്ടാള ചിട്ടയിലാണോ പ്രചരണം? പട്ടാള ചിട്ട, യെസ്. ഇവരൊക്കെയാണ് എന്റെ മണ്ഡലം പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത്. 8 മണി എന്ന് പറഞ്ഞാൽ ഞാൻ 8 മണിക്ക് എത്തും. ഇവന്മാർ കൈ കിട്ടാൻ ഇവനും വരുമായിരിക്കും. പക്ഷെ സാറേ കുറച്ചുകൂടെ ഒന്ന് ഡിലേ ആക്കാം നമുക്ക്. പക്ഷെ എന്തായാലും പ്രശ്നമില്ല, അവരും ഇപ്പൊ പട്ടാള ചിട്ടയിൽ വന്നു, അതുകൊണ്ട് ടൈമിന് എത്തുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇപ്പോ സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടല്ലോ. പാലക്കാട് വിശാരടിയാണ്, സൗഹൃദം ഉണ്ടെങ്കിലും അവിടെ ശോഭയായിരിക്കും ജയിക്കുന്നതെന്നൊക്കെ മേജർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പിഷാരടി മേജറിന്റെ പാർട്ടിക്കാരാണ് അവിടെ തടഞ്ഞു വെച്ചത്. അത് ശരിയായ പ്രവൃത്തിയാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ പി കെ ശശി എന്ന് പറയുന്ന വ്യക്തി അത് എന്റെ ഒപ്പോസിഷനാണ്. ഞാനിവിടെ പ്രചരണം നടത്തുന്നു, ഈ സമയത്ത് അദ്ദേഹം പോകുന്നു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ, ഞാൻ അതിൽ പറയും, നിങ്ങൾ എന്റെ ഫുൾ ക്യാമ്പയിൻ നോക്കിക്കോളൂ. എന്റെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നേ വരെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ടില്ല. അവരത് കട്ടു ഇത് കട്ടു ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ വികസനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഞാനെന്ന വ്യക്തി ഇവരോടും പറഞ്ഞിരിക്കുന്നു, പറഞ്ഞില്ലെങ്കിൽ അത് ഡീലാന്ന് പറയും. നിങ്ങളങ്ങ് ഡീലാക്ക് എന്നാ വല്ലതും തരുമോ? നിങ്ങൾ പരസ്യമായിട്ട് കുറച്ച് കാശുതാ, പക്ഷെ ആ കാശിന് നിങ്ങൾക്ക് എന്നെ വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് മേജർ രവി ഈസ് നോട്ട് ടു ബി പർച്ചേസ്ഡ്. മേജർ രവി വിൽ ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹ്യൂമാനിറ്റി. ആ ആളാണ് ഞാൻ. കാരണം അതെന്റെ പാർട്ടിക്കാർക്കും അറിയാം. കാരണം എനിക്ക് 5 പൈസ വേണ്ട. ഞാനിവിടെ പറഞ്ഞല്ലോ, ഞാൻ ശമ്പളം വാങ്ങിക്കാത്ത MLA ആയിരിക്കും എന്നുള്ളത്. ആ പൈസ പോലും ഞാൻ അക്യുമുലേറ്റ് ചെയ്ത് 7 പഞ്ചായത്തിന്റെയും പ്രതിനിധികളെ വെച്ചുകൊണ്ട് ആ പൈസ ഓരോ വർഷം ഞങ്ങൾ ജനകീയമായിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്റെ ശമ്പളമായിരിക്കും. അപ്പം എനിക്ക് പൈസ ആവശ്യമില്ല. ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ ഓരോരോ റോൾ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എല്ലാം ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പട്ടാളക്കാരൻ, അത് കഴിഞ്ഞ് കമാൻഡോ ചെയ്തിരുന്നു. സിനിമ ചെയ്യുമ്പോഴും ഞാനൊരു ഡയറക്ടറായത് എന്താണെന്ന്, ഞാൻ കഷ്ടപ്പെട്ട് കഥ എഴുതി വല്ലവരുടെയൊക്കെ കൈയും കാലം പിടിച്ചൊരു പ്രൊഡക്ഷനൊക്കെ റെഡിയായി കഴിഞ്ഞാൽ അന്ന് മുതൽ എന്റെ അണ്ടറിൽ 150 കുടുംബങ്ങൾ അരി വാങ്ങിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനെല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏത് സമയത്തും എനിക്ക് ആ ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്. അതുകൊണ്ട് ഐ ഗോ ആസ് എ ഹ്യൂമൻ ബീങ്. ആരെ വേണമെങ്കിലും പ്രചരണത്തിന് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും വിചാരിച്ച ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും എന്റെ കാര്യത്തിന് ഇന്നേ വരെ ഒരാളെയും ഞാൻ മിസ്യൂസ് ചെയ്തില്ല. മോഹൻലാലായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഐ വിൽ നോട്ട് ആസ്ക് ഹിം വൈ ഷുഡ്, ബിക്കോസ് ഹി വിൽ ബി ഹാവിംഗ് ഹിസ് ഓൺ കൺസ്ട്രെയിൻസ്. അങ്ങേർക്ക് അങ്ങേരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പം നമ്മളൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കൈകടത്തരുത്. എത്ര വലിയ സുഹൃത്താണെങ്കിലും ശരി, എന്റെ സ്വന്തം മകനാണെങ്കിലും ശരി, ഞാൻ തോന്നുകയാണ് അവന്റെ പ്രൊഫഷനെ ഇത് ബാധിക്കും, ഞാൻ അവരുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് വി ഷുഡ് ഗീവ് ദാറ്റ് ലിവറേജ് ടു ദോസ് പീപ്പിൾ, ഇൻഡിവിജ്വൽസ്. അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ആരെയും കൊണ്ടുവരില്ല, ആരോടും പറയില്ല. വല്ലവരും എൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ ഞാനൊരു വോയിസ് ഇട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ വരാനായിട്ടാന്ന്. എത്ര ആൾക്കാർ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ദേ ജസ്റ്റ് കം, ദേ ജസ്റ്റ് വാക്ക് അറൌണ്ട് വിത്ത് മീ. അതാണ്. അതുകൊണ്ട് ഐ വിൽ നോട്ട് മിസ്യൂസ് ഇറ്റ്. ഒരു പ്രശസ്തനായ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന തരത്തിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും, മാധ്യമപ്രവർത്തകരും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റപ്പാലത്തെ ക്ലൈമാക്സ് എന്താകും? വലിയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കണം. ഒറ്റപ്പാലത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ, സിനിമയിലൊരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഞാനത് എഴുതി ഉണ്ടാക്കിയിട്ട് ക്ലൈമാക്സ് ഞാൻ കാണുമ്പോൾ ഉഗ്രനായിരിക്കും. പക്ഷെ ജനങ്ങളത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് ചിലപ്പോൾ ജനങ്ങളത് തിരസ്കരിക്കും. അതുകൊണ്ട് ഈ ക്ലൈമാക്സ് എന്നുള്ളത് എപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. ആ ക്ലൈമാക്സ് നിങ്ങൾക്ക് 4-ാം തീയതിയും കാണാമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് ചിലപ്പോൾ ഞാൻ ചിരിക്കും. ആ ചിരിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഓക്കെ, ആ ചിരിക്കും. അത് അപ്പം നിങ്ങളെല്ലാം പറയും, എന്നിട്ട് എന്തേതൊന്നും ആദ്യം പറയാഞ്ഞെന്നും ചോദിക്കും. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാനതിനെ അയ്യോ ഞാൻ അത് ചെയ്യും, ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിന് ഞാൻ ഗോവിന്ദ മാഷല്ല. കാരണം ഗോവിന്ദ മാഷൻ അടിച്ച് പറയുന്നത് കേട്ടതൊന്നും ഇതൊക്കെ അവർ എന്നിട്ട് എല്ലാം ഞാനെപ്പോഴേ പറഞ്ഞു, എനിക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്തുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഐ എം വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ. ഐ എം ഓൾറെഡി ഇൻസൈഡ് ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാനുണ്ട്. അവരെന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല പണിയാണ് 5 വർഷം. അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരെന്നെ കൊണ്ട് പണിയെടുപ്പിക്കട്ടെ. എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് അക്കൗണ്ട് റീഓപ്പൺ ചെയ്യുമോ? റീഓപ്പണും അതിൽ കൂടുതലും ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ജനങ്ങളുടെ വികാരം. ജനങ്ങൾ വളരെയധികം മടുത്തിരിക്കുന്നു പല കാര്യങ്ങളൊക്കെ.
കാരണം ഈ അടിമത്വം, സ്വേച്ഛാധിപത്യം ഇതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു കണക്കിന് ജനങ്ങളെ റീതിങ്ക് ചെയ്യാൻ, അത് കോൺഗ്രസ്സുകാരെ അതെ, അവരുടെ ഉള്ളിൽ നടക്കുന്ന അടികളും ഇതെല്ലാം കാണുന്ന സമയത്ത് അവർക്കൊരു നേതാവില്ലാത്ത രീതിയിലാണ് അവരും കാണുന്നത്. സോ ദർ വിൽ ബി എ ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച്. അത് ജനങ്ങളുണ്ടാക്കും. ആൻഡ് എ ഡേ വിൽ കം, ജനങ്ങൾ ഡിസൈഡ് ചെയ്യും നിങ്ങൾ എന്ത് കൊടി വേണമെങ്കിലും കൊണ്ടുവരണോ, ആരാണ് ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വൽ ഓക്കെ ഇയാളുടെ ഹിസ്റ്ററി ഇതാണ്, അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു കാലം വരും. സസ്പെൻസ് ആണ്, ക്ലൈമാക്സ് ആ രീതിയിലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഒറ്റപ്പാലത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നത് മേജർ രവി ആയിരിക്കും. യു നെവർ നോ. ദാറ്റ്സ് മൈ ആൻസർ. യു നെവർ നോ. അതിനകത്തുണ്ടല്ലോ, മനസ്സിലായല്ലോ. എന്റെ വായി തന്നെ കേൾക്കണം പറഞ്ഞാൽ അത് നടക്കില്ല. ബിക്കോസ് പിന്നെ അത് നമ്മളെന്താ എക്സാജറേറ്റ് ചെയ്ത പോലും ബൈ ചാൻസ് ഞാൻ തോറ്റുപോയാൽ അപ്പൊ ഈ പറഞ്ഞ വേസ്റ്റ് ആവില്ലേ. അതുകൊണ്ട് യു നെവർ നോ. ചാർട്ടിൽ ഈ പരിപാടി ഇല്ല. എന്തായാലും വലിയ തിരക്കാണ്, പട്ടാളക്കാരനാണ്, സമയം തെറ്റിക്കില്ല, അതുകൊണ്ട് സമയക്രമം കീപ്പ് ചെയ്യാൻ പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്തായാലും ക്ലൈമാക്സ് എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കുന്നതായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി മേജർ രവി പറയുന്നത്. എന്തായാലും ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാക്കുന്നത് മേജർ രവിയാണ്. ആ ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോഴും പിന്തുടരുകയാണ്. ഒറ്റപ്പാലത്ത് നിന്നും ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.